നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാൻ പറ്റില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി. മെഡിസിനൊക്കെ കഴിച്ച് പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്. ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി അതെന്ത് ഈ സാമന്തയ്ക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്. പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്. ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നില്ല ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. യശോദ ടിൻ 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 ए तेरा കണ്ണയ്യ ടിൻ 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 पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची रहूं की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാൻ പറ്റില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി. മെഡിസിനൊക്കെ കഴിച്ച് പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്. ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി അതെന്ത് ഈ സാമന്തയ്ക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്. പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്. ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നില്ല ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.
ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ September 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ്, അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ September 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയി.
പോയിട്ട് എന്താ അവിടെയുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ്, അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. യശോദ ടിൻ 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 ए तेरा കണ്ണയ്യ ടിങ് 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 पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയുന്നില്ല. പിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെയുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ.
വേറെന്താ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ്, അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷ് ചെയ്യും. അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത് എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग में लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയുന്നില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണ് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സിയൊക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി. അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ്, അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷ് ചെയ്യും. അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത് എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग में लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല.
ഇതുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയി. ആ, പോയിട്ട് അവിടെയുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്തോ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ്, അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. ഇതുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെയുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ
അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി എന്തൊരു പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാൻ പറ്റില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ, ശരി. അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി എന്തൊരു പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും
ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്നുവെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്, പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ, വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ്, അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു, പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്നുവെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്, പക്ഷേ
അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग में लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ, ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണ് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സിയൊക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി. അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग में लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും
ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്ലൈറ്റീസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത്, അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്, പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ, വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു, പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്ലൈറ്റീസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത്, അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും
ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാൻ പറ്റില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ, ശരി. അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും
ഡുണ്ടും ഉഷേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്നുവെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത്, അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്, പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ, വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു, പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉഷേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്നുവെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത്, അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാ
ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാൻ പറ്റില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ, ശരി. അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും
ഡുണ്ടും ഉഷേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്നുവെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്, പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ, വേറെന്താ, ഇപ്പം കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു, പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉഷേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്നുവെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം ഞാൻ എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്ന
നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ, ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയുന്നില്ല. പിന്നെ പെട്ടെന്ന് ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണ് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സിയൊക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി. അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से.
അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാത്ത എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്ലൈറ്റീസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ച ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ, വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാത്ത എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്ലൈറ്റീസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ച ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ
സാമന്തിക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാൻ പറ്റില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ, ശരി, അതെന്തോ ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है
राम जी की कृपा से मैं बची राम जी की कृपा से അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു, പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ, വേറെന്താ, ഇപ്പം കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു, പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷൻ
ടെൻഷനായി. അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ്, അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची, राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആദ്യം ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണ് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല, പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സിയൊക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അത് കഴിഞ്ഞിട്ട് ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ്, അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്.
എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാൻ പറ്റില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റുമ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റില്ല ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ, വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ
പോയിട്ട് എന്താ അവിടെയുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി എന്തൊരു പ്രശ്നമുണ്ടോ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെയുള്ള ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം മീൻസ് അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലി എന്തൊരു പ്രശ്നമുണ്ടോ കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ.
വേറെന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची, राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ടൊന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കരമായിട്ട് നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ, ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ എന്താ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റുന്നതെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തോ ഈ ഫാമിലിയിൽ പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ, വേറെന്താ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिंग 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची, राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു എന്ന് വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ
ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയുന്നില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണ് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയി. പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സിയൊക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക്കാവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി, റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം എന്ന് വെച്ചാൽ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയുന്നില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണ് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്കായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സിയൊക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നയാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലേട്ടൻ ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ
അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കട്ടിലിന് എണിക്കാൻ പറ്റുന്നില്ല. എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്കുലൈറ്റിസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വെച്ച് ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാൻ പറ്റില്ല. കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ഓക്കെ, ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ, ശരി. അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിലെ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത്. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്. പക്ഷേ അതൊരു വിഷമമായി. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിട്ട് നമുക്കത് കിട്ടാതെ പോകാമെന്നൊക്കെ പറയുമ്പം അൺസർട്ടൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പാനിക് ആവും. അങ്ങനെ കുറച്ച് വിഷമമായിരുന്നു. ഒരു 1 മന്തോളം അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത്. അതാണ് ഞാൻ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടപ്പോൾ എന്ത് പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞപ്പം പെട്ടെന്നൊരു വിഷമമായി. എന്തൊരു ഫാമിലിയിൽ നിന്ന് പ്രശ്നമുണ്ടോ, കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, ഇതായിരുന്നു പ്രശ്നം. പക്ഷേ അത് ശരിയായി റാഷസൊക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചൊറിച്ചിൽ പോലൊക്കെ വരും. അതിപ്പം മെഡിസിൻ കഴിച്ചാൽ ശരിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഓക്കെ. വേറെന്താ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കടയ്ക്കൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശ്വാസമാണ് അതെല്ലാം ശരിയാവും. അതുകൊണ്ട് നിങ്ങൾ കടയ്ക്കൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്ന് നമ്മൾ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുവാണ്. 11 ഞാൻ ഡബ് ചെയ്തപ്പോൾ 11 ഞാൻ എപ്പോഴും എന്തെങ്കിലും വിഷയം അപ്പം നമുക്ക് നടക്കുമെന്ന് പറയുന്നത്. എന്നാ ഒരു വിശ്വാസം. मैया यशोदा टिन 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 ए तेरा കണ്ണയ്യ ടിങ് 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 ടിങ്. पनखट पे तेरी पकड़े है मैया तंग मुझे करता है संग मेरे लड़ता है राम जी की कृपा से मैं बची राम जी की कृपा से. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ കടയ്ക്കൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ തള്ളി പോവുകയാണ്. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും, പിന്നെയും പോകാൻ പറ്റാതെ എന്തെങ്കിലും അവസരം ഉണ്ടാവും. അങ്ങനെ അങ്ങ് പോയി ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് എന്തോ ദേവിക്ക് നമ്മളവിടെ വരാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാണ് ആ ഒരു ദിവസം കറക്റ്റായിട്ട് വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ വൈകുന്നേരത്തെ ഞാനും അമ്മയും ജാനും ഡുണ്ടും
ഉച്ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അവിടെ എനിക്കൊരു കരിക്ക് നേർച്ച ഉണ്ടായിരുന്നു. കരിക്ക് നേർച്ച കരിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിക്ക്. എന്ന് വെച്ചാൽ ഒരു നേർച്ചയുണ്ട്. കാരണം എനിക്കിങ്ങനെ ഒരു കഴിഞ്ഞ മാസം ആക്ച്വലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഒരു പെട്ടെന്നൊരു അസുഖം വന്നു വെച്ചാൽ എന്താ ദേഹത്തെല്ലാം ഇങ്ങനെ റാഷസ് പോലെ വന്നിട്ട് എന്താ ഇങ്ങനെ കുരുക്കൾ എന്ന് പറയാൻ പറ്റില്ല, റാഷസ് വന്നിട്ട് കാലിൽ ഭയങ്കര നീര്, നടക്കാൻ പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല, എനിക്ക് കട്ടിലിൽ എണിക്കാൻ പറ്റുന്നില്ല, എന്തുവാണെന്നൊന്നും അറിയില്ല. പിന്നെ പെട്ടെന്ന് ആ ഒരു ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ വാസ്ലൈറ്റീസ് ആണെന്ന് പറഞ്ഞത്. അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഡെർമറ്റോളജി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ അന്ന് എന്തോ ഓണത്തിന് സമയമായതുകൊണ്ട് ഒന്നും ആശുപത്രിയിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അടുത്ത ദിവസം കിംസിൽ തന്നെ പോയിട്ട് എന്താ അവിടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുറേ പാനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീൽ ചെയറിലൊക്കെ ഞാൻ പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, എന്തായി നടക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ. പിന്നെ അപ്പം ബയോപ്സി ഒക്കെ എടുത്ത് അപ്പോൾ കൂടുതൽ ടെൻഷനായി. അതിന് ബ്ലഡ് ടെസ്റ്റ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്ത് ഭയങ്കര എന്താ ടെൻഷനായി. അതിൻ്റെ ഒരു വീക്ക് എടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയില്ല. അത് കാരണം ഒട്ടും നടക്കാനില്ല, കാലാണെങ്കിൽ നീരടിച്ച് ഭയങ്കര നീരായി. പിന്നെ വീട്ടിൽ വന്ന് ഒരാഴ്ച റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് ശരിയായി, മെഡിസിനൊക്കെ കഴിച്ച്. പിന്നെ ചെന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, കുഴപ്പമൊന്നുമില്ല, ബയോപ്സിയിലെല്ലാം ഓക്കെയാണ്, ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് പറഞ്ഞ്. അപ്പം ഓക്കെ ശരി, അതെന്ത് ഈ സാമന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതെന്തൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ അത് റിക്കവർ ആവും, കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്തോ അലർജി പോലെ വന്നതാണ്, പക്ഷേ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ പറഞ്ഞു. പ്രഗ്നൻസിക്ക് ശേഷം എന്തോ ഇങ്ങനെ വരുന്നതാണ്, ഡെലിവറിക്ക് ശേഷം ചിലർക്ക് വരാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. ശരി ഓക്കെ, അങ്ങനെ പിന്നെ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ നേർന്നതാണ് ദേവിക്ക് ഇങ്ങനെ ഞാൻ കരിക്ക് കൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ ബാലറ്റിന് ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും പേരിൽ വഴിപാടൊക്കെ കഴിച്ച്. അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഇതിന് കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. അതാ ഏറ്റവും വലിയ കോമഡി. സ്റ്റാർ ഹെൽത്ത് എടുത്തത്, പക്ഷേ